ആയത്തുള്ള അലി ഖമാനായി കൊല്ലപ്പെട്ടു. ഞാനിതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ടല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത്. സത്യം 100 പ്രാവശ്യം നുണ പറഞ്ഞാലും അവസാനം നുണയായി തന്നെ നിൽക്കും. സത്യം അവസാനം വിജയിക്കും. ഇതൊരു വലിയൊരു ചരിത്രത്തിലെ വലിയൊരു നീതിയായിട്ട് നമുക്ക് എപ്പോഴും ചരിത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, സൽമാൻ റുഷ്ദി എന്ന് പറയപ്പെടുന്നത്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സാത്തനിക് വേർഡ്സ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരണമാകുന്നത്. സാത്താൻ്റെ വചനങ്ങൾ എന്ന് പറയപ്പെടുന്നത് 86 കാലഘട്ടത്തിൽ 88ലാണ് സാത്തനിക് വേർഡ്സ് വരുന്നത്. അതിനുശേഷം 89 ഈ അലി ഖമാനിയൊക്കെ അവിടെ വലിയ ശക്തനായ ഭരണാധികാരിയായി വന്നപ്പോൾ അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചു. അതായത് സൽമാൻ റുഷ്ദിയെ കാണുന്നിടത്ത് വെച്ച് കൊല്ലുന്നവർക്ക് ഇനാമൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ അനേകം വധശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ അന്നൊക്കെ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആ പുസ്തകം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലം നിരോധിച്ചു. അത് കഴിഞ്ഞിച്ച് അദ്ദേഹം ലണ്ടനിൽ കുടിയേറി. ലണ്ടനിൽ ബോംബ് സ്ഫോടനം നിസ്സാര മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പുള്ളി ആ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം പല ആളുകളും, അതായത് സാത്തനിക് വേർഡ്സ് ജപ്പാനിലേക്ക് തർജ്ജമ ചെയ്ത ആളെ തീവ്രവാദികൾ കൊന്നു. അതുപോലെ ഇറ്റാലിയനിലേക്ക് തർജ്ജമ ചെയ്ത ആളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് ആളെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരുപാട് വധശ്രമങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി. അവിടെ അതിനെല്ലാം പുറകെ പ്രവർത്തിച്ച ഈ ആയത്തുള്ള അലി ഖമാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ പറയുന്ന സൽമാൻ റുഷ്ദിയെ കൊല്ലാനായിട്ട് ആയത്തുള്ള അലി ഖമാനിക്ക് സാധിച്ചില്ല. അവസാനം 2022 അദ്ദേഹത്തിൻ്റെ ദേഹത്തെല്ലാം കുത്തിപ്പരിക്കേൽപ്പിച്ചു ഒരു തീവ്രവാദി. അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു, കൈയെല്ലാം ഒരുപാട് മുറിഞ്ഞു. എന്നിട്ടും അദ്ദേഹം ശസ്ത്രക്രിയയിലൂടെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അങ്ങനെ ആയത്തുള്ള ഖമാനി ഇന്ന് അമേരിക്കയിൽ ആയത്തുള്ള അലി ഖമാനിയല്ല, നമ്മുടെ സൽമാൻ റുഷ്ദി അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്നും പൂർണ്ണ ആരോഗ്യവാനായിട്ട് അവിടെ ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഫത്വ പുറപ്പെടുവിച്ച ഈ പറയുന്ന ആയത്തുള്ള അലി ഖമാനി എന്നുള്ള വ്യക്തി ഇന്ന് കാലയപരിയേക്കുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ നീതിയാണ്. ഒരുത്തനൊപ്പം മരിക്കണമെന്ന് ചിന്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ദൈവം ആർക്കും കൊടുക്കുന്നില്ല. ഒരുത്തനെ കൊല്ലുക അല്ലെങ്കിൽ മരിക്കാൻ ഉത്തരവിടുകാനുള്ള അധികാരം ലോകത്തിൽ ആർക്കുമില്ല. ലോകത്തിൽ ആർക്കും ആ അധികാരം ദൈവം കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു പൈശാചികമായ ആത്മാവിൽ നിന്നൊക്കെ വരുന്നതാണ് ഒരാളെ കൊല്ലുക. അദ്ദേഹം എന്താണ് തെറ്റ് ചെയ്തത്? അദ്ദേഹം ഒരു നോവൽ എഴുതി എന്നുള്ളതാണ് സൽമാൻ റുഷ്ദി ചെയ്ത തെറ്റ്. സാത്താനിക് വേർഡ്സ് എന്ന നോവൽ വായിച്ചു നോക്കുന്നൊരു വ്യക്തിക്കറിയാം അത്രത്തോളം ഇസ്ലാമിക വിരുദ്ധമൊന്നും അല്ല. ഇസ്ലാമിലെ പഴയ പഴഞ്ചൊല്ലിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പുരാണ കഥയൊക്കെ ആസ്പദമാക്കി ചില പ്രത്യേക റിയലിസ്റ്റിക് സ്റ്റൈലിൽ എഴുതിയ ഒരു നോവലാണ് ഈ സാത്താനിക് വേർഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ, നിസ്സാര കഥയേ ഉള്ളൂ. അതായത് ലണ്ടനിൽ താമസമാക്കിയ ഇന്ത്യൻ വംശജരായ 2 മുസ്ലിങ്ങൾ തിരിച്ച് വിമാനത്തെ യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനം ക്ലാഷായോ അങ്ങനെയൊന്നറിയില്ല, വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് അവർ തെറിച്ചു പോകുന്നു. ഈ തെറിച്ചു പോകുന്ന സമയത്ത് ഒരാൾ സാത്താനായി മാറുന്നു, ഒരാൾ ദൈവദൂതനായി മാറുന്നു എന്നൊക്കെ അതിൻ്റെ ഒരു സിംബോളിക് രീതി പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ജബ്രിയൽ ഹഫ്സ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കൊരു ദർശനം ഉണ്ടാകുകയാണ്. അതായത് മഹ്മൂദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, മുഹമ്മദ് എന്ന് പറയുന്നതിൻ്റെ പുള്ളിയുടെ ഒരു വേർഷനായിട്ട് പുള്ളി എടുത്താണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ മഹ്മൂദ് എന്ന് പറയുന്ന പ്രവാചകൻ മക്കയിലെ ഖുറൈഷികളുമൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ ഖുറൈഷികൾ പറയുന്നു, നീ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾക്കറിയാം, ലാസ, ഉസ, മനാത്ത എന്നീ 3 പെൺമക്കളുടെ ബാപ്പയല്ലേ ഏതെന്ന് ഖുറൈഷികൾ ചോദിക്കുമ്പോൾ നീ അത് അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ ചേരാമെന്ന് പറയുന്നു. അപ്പോൾ ഈ മഹ്മൂദ് എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി അത് ലാസ്റ്റ് സമ്മതിക്കുകയാണ്. അത് തന്നെയാണ് അസ്താവുസ മനാസയുടെ അവരെ ആരാധിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അവർ അള്ളാഹുവായിട്ടുള്ള അടുത്ത ഒരു ആൾക്കാരാണ്, അവർക്ക് മധ്യസ്ഥം വഹിക്കാം, അതായത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കാനുള്ള യോഗ്യതയുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആയത്തായിട്ട് ഇറക്കുകയാണ്.
കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആൾക്കാരെല്ലാം ചോദിക്കും, അപ്പോൾ ഏകദൈവ വിശ്വാസം എന്നല്ല പറഞ്ഞത്, പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഈ അസ ഉസ അമനാസ എന്ന ഇങ്ങനെ ഈ കരാവത്ര 3 ദേവതകൾ എങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പം ഈ മഹ്ഫൂദ് എന്ന് പറയുകയാണ്, അതെനിക്ക് സാത്താൻ കൊണ്ടെത്തുന്ന വചനമാണ്, ദൈവം തന്നതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തട്ടിപ്പോവാണ്. അപ്പം വീണ്ടും ചോദ്യം വരും, ഒരു പ്രവാചകനാകുമ്പോൾ സാത്താൻ കൊണ്ടെത്തരുന്നതും ദൈവം കൊണ്ടെത്തരുന്നതും തമ്മിൽ തിരിച്ചറിയേണ്ടത്, ദൈവദൂതനെയും സാത്താൻ്റെ ദൂതനെയും കണ്ട തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി വേണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നോവലിൻ്റെ പ്രമേയങ്ങളെന്ന് പറയുന്നത്. സാധാരണ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമേ ഉള്ളൂ. അദ്ദേഹം ചിലപ്പോൾ ഖുർആനോ ഏതെങ്കിലും വായിച്ചപ്പോൾ കിട്ടിയ പിന്നെ ഒരു സംശയമായിരിക്കും. അത് എഴുതിയേക്കുന്നത് വേറെ സിംബോളിക് രീതിയിലാണ്, അതായത് പിന്നെ മാജിക് രീതിയിലാണ് എഴുതിയേക്കുന്നത് കേട്ടോ, റിലൈസ് അങ്ങനെയുള്ള രീതിയിലൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു തെറ്റായിട്ടോ ഒന്നും സാമാന്യബോധമുള്ള ആളുകൾ ചിന്തിക്കുകയില്ല. പക്ഷേ അത് ഇവിടുത്തെ ഈ ഇസ്ലാം എന്ന് പറയപ്പെടുന്ന മതവർഗീയവാദികൾ അതിനെ വലിയ ദുർവ്യാഖ്യാനം ചെയ്തു, മതത്തെ ദുർവ്യാഖ്യാനം ചെയ്തു. സാത്താൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ദുർവ്യാഖ്യാനമായിട്ട് ചിന്തിച്ചുകൊണ്ട് അവസാനം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൽമാൻ റുഷ്ദിയെതിരെ എവിടെ കണ്ടാലും കൊല്ലാനായിട്ടുള്ള ഫത്വ പുറപ്പെടുവിക്കുകയാണ്. പക്ഷേ ആ ഫത്വ പുറപ്പെടുവിച്ചിട്ടും അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. സൽമാൻ റുഷ്ദി പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. സൽമാൻ റുഷ്ദിക്ക് ഇന്നും ഉണ്ട്. പക്ഷേ ആ നുണയനായ വ്യക്തി ആണ് ആ ഫത്വയുടെ ഫലമായിട്ട് താൻ വിധിക്കുന്നവൻ വാളെടുക്കുന്നവൻ വാളാലെന്ന് പറഞ്ഞ പോലെ താൻ വിധിച്ച കൊമ്പിൽ താൻ തന്നെ തൂങ്ങിയെന്ന് പറഞ്ഞ പോലെ ഇന്ന് സൽമാൻ റുഷ്ദി പടവായിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കൊരു മനുഷ്യർക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇതൊക്കെയാണ് ദൈവം. സത്യം എത്ര വർഷം കഴിഞ്ഞാലും മൂടി വെക്കാൻ പറ്റത്തില്ല. സത്യം എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും, അസത്യം എപ്പോഴും അങ്ങനെ തകർന്ന് തരിപ്പണമാവുകയുള്ളൂ. ഇതാണ് ലോക ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. അതിനുവേണ്ടി ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. നന്ദി.